ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോൾ ഞങ്ങൾ ചക്കക്കുരു കണ്ടപ്പോൾ കുറച്ച് ചക്കക്കുരു മേടിച്ച്. ഇവിടെ നല്ല വിലയാണ് ചക്കക്കുരുവിന്. അതുകൊണ്ട് 200 ഗ്രാമോളം ചക്കക്കുരുവാണ് ഞാൻ വാങ്ങിയത്. അതിലേക്ക് 2 മുരിങ്ങയ്ക്കായും ഒരു മാങ്ങായും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ മുരിങ്ങയ്ക്കായും മാങ്ങായും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങയ്ക്കായ ഇതുപോലെ നീളത്തിൽ, മാങ്ങ ഒരു പകുതി മാങ്ങയുടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 എരിവുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങയോട് അടുത്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കൈക്കണക്കാണ് ഇട്ടിരിക്കുന്നത്. 3 കൈപ്പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും 2-3 കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഇനി അരപ്പിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരുവൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിങ്ങയ്ക്ക വെന്തുടങ്ങി പോകും. അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക ചക്കക്കുരു 3/4 ഭാഗം വേവാകുമ്പോഴത്തേനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെടുകെ കീറി വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാതെ ഉണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയാക്കി കഴിയുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് ഉടച്ചു കൊടുക്കണം. മുരിങ്ങയ്ക്ക അത്രയ്ക്ക് അങ്ങ് ഉടഞ്ഞിട്ടില്ല, ചക്കക്കുരു കുറച്ച് ഉടച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചാറ് എത്രയാണോ ആവശ്യം അത്രയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ പുളിയും കൂടെ വന്നപ്പോൾ ഉപ്പ് കുറവായി പോയതാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടെ ഒന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് കടുക് ഇറക്കാം. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൊച്ചുള്ളി അരിഞ്ഞതാണേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് അത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ സമയത്ത് ഞാൻ തീരെ കുറച്ച് വെച്ചിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ പൊട്ടിത്തെറിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് വെച്ചത്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെക്കണം. ഇതൊന്ന് 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞാൻ തുറന്ന് നോക്കുവാണ്. തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഒഴിച്ചുകറി ചക്കക്കുരു മുരിങ്ങയ്ക്കായും മാങ്ങായും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതൊക്കെയുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുത്തരി ചോറിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.